സംസ്ഥാനത്തെ IAS തലപ്പത്ത് വൻ അഴിച്ചുപണിയാണ് നടക്കുന്നത്. എൻ പ്രശാന്ത് IASനെ യുവജന കായിക വകുപ്പുകളുടെ സ്പെഷ്യൽ സെക്രട്ടറിയായി നിയമിച്ചു. ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ജലവിഭവ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എന്നീ ചുമതലകളും എൻ പ്രശാന്തിന് നൽകിയിട്ടുണ്ട്. ശ്രീറാം വെങ്കിട്ടരാമൻ സ്കിൽസ് എക്സലൻസ് അക്കാദമി MD ആകും. വിവിധ അതോറിറ്റികളുടെയും അക്കാദമികളുടെയും തലപ്പത്തും പുതിയ ആളുകളെ നിയമിച്ചിട്ടുണ്ട്. സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം ചേരുന്നു. സുനിഷ, അപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പാടെ അവഗണിച്ച് മാറ്റി നിർത്തിയ ഉദ്യോഗസ്ഥനാണ് എൻ പ്രശാന്ത്. അദ്ദേഹത്തിനൊക്കെ വലിയ വലിയ റോളുകൾ കിട്ടുകയാണ് ഈ സർക്കാരിന്റെ കാലത്ത്. ഒപ്പം മറ്റ് നിയമനങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും സുനിഷ? ഷിഹാസേതാണ് UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള രണ്ടാമത്തെ വലിയ അഴിച്ചുപണിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. നേരത്തെ തന്നെ എൻ പ്രശാന്തിന് ചുമതല നൽകിയിരുന്നു. ഒരുപക്ഷേ ഷിഹാസ് പറഞ്ഞതുപോലെ LDF സർക്കാരിന്റെ കാലത്ത് മാറ്റി നിർത്തിയ എൻ പ്രശാന്തിനടക്കം നല്ല ചുമതലകൾ നൽകിക്കൊണ്ട് തന്നെയായിരുന്നു UDF സർക്കാർ അഴിച്ചുപണി നടത്തിയിരുന്നത്. പിന്നാലെ ഇതാ വീണ്ടും ഒരു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ പ്രശാന്ത് IAS യുവജന കായിക വകുപ്പുകളുടെ സ്പെഷ്യൽ സെക്രട്ടറിയായി നിയമനം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം അധിക ചുമതല കൂടി നൽകിയിട്ടുണ്ട്. അത് പ്രധാനമായും യുവജന കായിക വകുപ്പുകൾക്ക് പുറമെ ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലും ഒപ്പം ജലവിഭവ വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറി എന്നുള്ള രീതിയിലും അധിക ചുമതല നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ശ്രീറാം വെങ്കിട്ടരാമനെയാണ്. അതായത് കൃഷി വകുപ്പിന്റെ ചുമതലയിലായിരുന്നു, കൃഷി വകുപ്പ് ഡയറക്ടർ എന്ന ചുമതലയിലായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമൻ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ നിലവിൽ മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, വലിയ പ്രതിഷേധങ്ങളെല്ലാം പല വേദികളിലും ശ്രീറാം വെങ്കിട്ടരാമനെതിരെ ഉണ്ടായിരുന്നു. ബഷീർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ മാറ്റം നൽകിയിരിക്കുന്നത്. അതായത് അന്ന് തന്നെ നമുക്ക് ഓർമ്മയുണ്ട്, കൃഷി വകുപ്പിന്റെ തന്നെ T സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്തടക്കമുണ്ടായ വലിയ പ്രതിഷേധങ്ങളെല്ലാം ഓർമ്മയുണ്ട്. ഇപ്പോൾ ശ്രീറാം വെങ്കിട്ടരാമനും മാറ്റം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് സ്കിൽസ് എക്സലൻസ് അക്കാദമിയുടെ MD ആകുമെന്നുള്ളതാണ് നിലവിൽ. ആ MD ആയാണ് നിയമിച്ചിരിക്കുന്നത്. വിവിധ അതോറിറ്റികളുടെ MD, സ്പെഷ്യൽ അക്കാദമി തുടങ്ങിയ എല്ലാ ഇടങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറെ പ്രധാനപ്പെട്ടത് S. സുഹാസ് കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സ്പെഷ്യൽ സെക്രട്ടറി ആകുമെന്നുള്ളതാണ്. അദ്ദേഹമാണ് ഇപ്പോൾ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത്. ഒപ്പം സഹകരണ സൊസൈറ്റിയുടെ രജിസ്ട്രാർ ആയിരുന്ന പ്രേം കൃഷ്ണകുമാറാണ് ഇനി വാട്ടർ അതോറിറ്റിയുടെ MD ആയി ചുമതലയേൽക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം. മറ്റൊന്ന്, ജല അതോറിറ്റിയുടെ MD ആയി ഇമ്പശേഖരൻ. നേരത്തെ ഇമ്പശേഖരനായിരുന്നു ജല അതോറിറ്റിയുടെ MD ആയിരുന്നത്. അദ്ദേഹം സാംസ്കാരിക വകുപ്പിന്റെ സെക്രട്ടറി ആകുമെന്നുള്ളതാണ്. അങ്ങനെ വിവിധ തരത്തിൽ MDമാരെ എല്ലാം മാറ്റുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വലിയൊരു അഴിച്ചുപണി തന്നെ ഇത്തവണ IAS തലപ്പത്ത് വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. ഈ പറഞ്ഞതുപോലെ എൻ പ്രശാന്ത്, ശ്രീറാം വെങ്കിട്ടരാമ, സുഹാസ് ഉൾപ്പെടെയുള്ളവർക്ക് ഒരു മാറ്റം നൽകിയിരിക്കുന്നു സർക്കാർ എന്നുള്ളതാണ്. ശരി സുനിഷ, വലിയ വലിയ മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.